Assalamualaikum dear friends, welcome back to Shamys Karvaldi. This is breakfast and dinner. എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും 1 കപ്പ് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശർക്കര പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആയി കിട്ടും. ഇതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കണം നമുക്ക്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഉരുക്കിയെടുക്കാൻ. ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ശർക്കര ഉരുക്കി കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പൊ നിങ്ങളുടെ ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കൊന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അരിച്ചൊഴിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അരിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളും സ്റ്റീലിന്റെ അരിപ്പയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിച്ചൊഴിക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ സ്റ്റീലിന്റെ അരിപ്പ് തന്നെ എടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ചായയൊക്കെ അരിക്കുന്ന അരിപ്പാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉരുകിപ്പോകും. ചൂടായിട്ടാണല്ലോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കളയാം. ശർക്കര ഉരുക്കിയെടുത്തത് ഇനി നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. ഇനി അതിലോട്ട് 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചൗരിയാണ് എടുത്തിട്ടുള്ളത്. അതും 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്ത ചൗരിയാണ്. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചൗരി ഒരു 4 മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാ അളവും എടുക്കുന്നത് 250 ml കപ്പിന്റെ അളവിലാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഏത് കപ്പിന്റെ അളവിലാണോ എല്ലാം എടുക്കുന്നത് അതേ അളവിൽ തന്നെ ബാക്കിയെല്ലാം എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കരയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ഈ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പത്തിൻ്റെ ഒക്കെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുട്ടുപൊടി എടുക്കാൻ പാടില്ല. ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ അരിപ്പൊടിയും വെള്ളമൊക്കെ യോജിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഒരു ബൗളിലോട്ട് ഈ മാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുത്ത് വരട്ടെ. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിന്ന് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യ് ഒന്ന് ഉരുകി വരണം നമുക്ക്. അപ്പൊ നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ബദാമും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ആയി കിട്ടണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിസ്മിസ് ഒക്കെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റ് ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ആക്കി ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ആ നെയ്യോട് കൂടി തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ മാവ് ചെറുതായിട്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളെ മാവ് വരണം. നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെ മാവ് എടുക്കാം. ഏകദേശം ഇത്രയും മാവ് എടുക്കുക. എന്നിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് ഇതുപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കൈൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഇതുപോലെ ആക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാ മാവും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അടുത്ത് ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തില് മാവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വെച്ച് നല്ലോണം ഉരുട്ടിയെടുത്ത മാവ് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് ഈസി മെത്തേഡാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേത് കുറച്ച് മാവെടുത്ത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നും കുറച്ച് ഇതുപോലെ കുറച്ച് മാവെടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കാം. കണ്ടോ? ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ഇതിൽ നിന്ന് കുറച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. കണ്ടോ? ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ബാക്കി കുറച്ച് മാവ്, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലെ മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് കൈവച്ച് നന്നായിട്ട് ഇത് കുഴച്ച് മാറ്റി വയ്ക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ലോണം കുഴച്ചെടുക്കുക. അപ്പോൾ മാവ് കട്ടയൊന്നുമില്ലാതെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 കപ്പ് പാലാണ്, പശു പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് കട്ടിയുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. നമുക്ക് നമ്മുടെ പാല് തിളച്ച് വരാറായി, ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇത് ഉരുട്ടി വെച്ചിരിക്കുന്നതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിടാതെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം, പതുക്കെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ചവ്വരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചവ്വരി വേവിച്ച് മാറ്റി വെച്ചതാണ്, ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 7 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പാലായത് കൊണ്ട് പൊങ്ങിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മൂടി വെച്ച് കൊടുത്താൽ പൊങ്ങിക്കളയും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി മാറ്റി വെച്ച മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ശർക്കരപ്പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഇതിൽ കിടന്നൊന്ന് തിളച്ച് കുറുകി കിട്ടണം. നമുക്ക് ഇപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിലൂടെ നിന്ന് അറിയിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാനും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും നമുക്ക്. അപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം കുറുകി വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ 2 മിനിറ്റ് ആയിട്ടില്ല. നല്ലോണം കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ചൂടോടുകൂടി കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. തണുത്ത് കഴിഞ്ഞാലും അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കോരി കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ചൂടോടുകൂടിയും തണുത്തതിന് ശേഷവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള എണ്ണയില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല പലഹാരങ്ങൾക്ക് വേണ്ടി ഷമീസ് കറികൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്